ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു ടെക്കായുടെ ടി വിയാണ്. ഈ ടി വിയുടെ കസ്റ്റമർക്ക് റിമോട്ടിൻ്റെ പ്രശ്നമാണ്. പുള്ളി ഒത്തിരി റിമോട്ട് മേടിച്ചു. ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഈ ഈ നോയിഡ ടി വികൾ, അതായത് ഇന്ത്യയിൽ അസംബിൾ ചെയ്യുന്ന ടി വികൾക്കെല്ലാം ഓരോ ബോർഡ് അനുസരിച്ച് ഓരോ റിമോട്ടാണ്. ഞങ്ങളെല്ലാം കിടന്നിവിടെ കഷ്ടപ്പെടുക, കസ്റ്റമർ കിടന്ന് കഷ്ടപ്പെടുക. ചൈനീസിനൊരു ബോർഡ്, ടെക്കായ്ക്കൊരു ബോർഡ്, ഇമ്പക്സിനൊരു റിമോട്ട്, എല്ലാത്തിനും പല പല റിമോട്ടുകളാണ്. ബോർഡ് മാറുന്നതനുസരിച്ച് റിമോട്ട് മാറും. അപ്പോൾ ഈ ടി വിയുടെ റിമോട്ട് നമ്മൾ ഇവരുടെ കൊടുത്തിട്ടും വർക്കാകുന്നില്ല. അങ്ങനെ വന്നപ്പോൾ എനിക്ക് സെൻസറിൻ്റെ കംപ്ലയിൻ്റ് ആണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. അതുകൊണ്ട് സെൻസറിൻ്റെ ആണോ എന്നറിയാൻ നോക്കുകയാണ്. ഇവർ പലയിടത്തുനിന്ന് റിമോട്ട് മേടിച്ച് ഒന്നും വർക്ക് ചെയ്യുന്നില്ലെന്നാണ് അവർ പറയുന്നത്. നമ്മുടെ റിമോട്ട് എല്ലാം നോക്കി, ഒന്നും വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഈ ടി വി അഴിക്കാൻ പോവാണ്. ടെക്കായുടെ ടി വിയാണ്, വർക്ക് ചെയ്യുന്ന ടി വിയാണ്. പക്ഷേ റിമോട്ട് ഒന്നും പിടിക്കുകയില്ല. റിമോട്ട് ഇല്ലാതെ സ്മാർട്ട് ടി വി ആയതുകൊണ്ട് ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇതാണ് ടെക്കായി 23, 2 വർഷം കഴിഞ്ഞ ടി വി. റിമോട്ട് പിടിക്കുന്നില്ലെന്നുള്ളതാണ് പ്രശ്നം. അപ്പം നമ്മൾ ഈ ടി വി ഒന്ന് അഴിക്കാൻ പോവാണ്. അഴിച്ച് നമ്മൾ റിമോട്ട് സെൻസറിൻ്റെ ഭാഗം നമ്മളൊന്ന് നോക്കാൻ പോവാം. തുറന്നോ? ശീലമുണ്ട് എല്ലാം ഉണ്ട്. പുതിയ അയച്ചോ? ഒത്തിരി അതിൻ്റെ പാത്രങ്ങൾ എടുത്ത് വെച്ച് അയച്ചു. പടപടെ അയച്ചു. ഇനി മെഷീനില്ല, മോട്ടറില്ല എന്നൊന്നും പറയുക. പടപടെ അയച്ചു. കണ്ടോ, ബെല്ലടിച്ചോണ്ടിരിക്കുകയാണ്. ബെല്ലടി കാരണം ഇവിടെ ഒരു പണി ഇന്ന് നടന്നിട്ടില്ല. ഇപ്പം സമയം 5 മണി ആയപ്പോഴാണ് ഇവിടെ ഒരു പണിക്ക് ഞങ്ങൾ കയറുന്നത്. ഈ 5 മണി വരെ 2 ഫോൺ നമ്പറുണ്ട്. 2 ഫോൺ നമ്പറിൽ മാറി മാറി ബെല്ലടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരോടും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹലോ, ലൊക്കേഷൻ ഇത് കാഞ്ഞിരപ്പള്ളിയാണ്. കാഞ്ഞിരപ്പള്ളി. എവിടുന്നാ വിളിക്കുന്നത്? കോന്നി അല്ലേ? നിങ്ങൾ വലിയ ദൂരെയുള്ള ആൾക്കാരല്ലോ. റാന്നി കോന്നി അല്ലേ? എന്നായിരുന്നു ചെയ്യാനുള്ളത്? ഏത് കമ്പനിയുടെ? എനിവേ ഏതെങ്കിലും ആട്ടെ, അത് ചോദിക്ക്. പറ്റുമെങ്കിൽ കൊണ്ടും തരാമെങ്കിൽ നോക്കാം കേട്ടോ. ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ. അപ്പം നമ്മുടെ സ്ഥലം എന്ന് പറയുന്നത് കാഞ്ഞിരപ്പള്ളിയാണ്. കോട്ടയം കാഞ്ഞിരപ്പള്ളി. അറിയാമല്ലോ, കോട്ടയത്തു നിന്ന് കുമളിക്ക് പോകുന്ന റോഡ് സൈഡിൽ തന്നെയാണ്. KK റോഡ് എന്ന് പറയും. പഴയ കോട്ടയം കുമളി റോഡ്, റാണി സേതു ലക്ഷ്മിഭായിയുടെ കാലത്ത് പണിത റോഡ്. ആ റോഡിൻ്റെ ഓരത്താണ്, അതായത് അതിൻ്റെ സൈഡിൽ മിനി സിവിൽ സ്റ്റേഷൻ ഉണ്ട്. കാഞ്ഞിരപ്പള്ളി മിനി സിവിൽ സ്റ്റേഷൻ, KR ബേക്കറി, തറവാട് ഹോട്ടൽ, ഇതിൻ്റെ എല്ലാം തൊട്ടടുത്തൊരു 4 നില ബിൽഡിംഗ് ആണ്. അതിൽ താഴത്തെ നിലയും 2ാം നിലയുമാണ് നമ്മുടെ ഷോറൂമും വർക്ക്ഷോപ്പും ഉള്ളത്. കാഞ്ഞിരപ്പള്ളിയിലാണ്. അപ്പം ഇനി ലൊക്കേഷൻ പറഞ്ഞില്ലെന്ന് പറയരുത്. മൊബൈൽ നമ്പർ 9447208809 ആണ് നമ്മുടെ മൊബൈൽ നമ്പർ. ആ നമ്പറിൽ വിളിക്കുക. വേറെ ഒരു നമ്പറും കൂടെ നമ്മൾ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്, അതിൽ മെസ്സേജ് വിടുക. ഇതും കഴിവതും മെസ്സേജ് വിടുക. അത് ഇപ്പോൾ ഈ വർക്കിനിടയിൽ ഇങ്ങനെ വിളിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടിന്നുണ്ടാക്കിയിട്ടുണ്ട്. ഇന്ന് പകൽ എനിക്ക് ഒരു ജോലിയും ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുപോലെ സബ്സ്ക്രൈബേഴ്സ് വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നിങ്ങൾ വിളിക്കുമ്പോൾ എനിക്ക് എടുക്കാതിരിക്കാൻ പറ്റത്തില്ല. എൻ്റെ ഒരു മനോനില അനുസരിച്ച് ആരെന്നെ ഫോൺ വിളിച്ചാലും, ഏത് പാതിരാത്രിക്ക് വിളിച്ചാലും ഞാൻ എടുക്കാറുണ്ട്. അതുകൊണ്ട് നമുക്കിങ്ങനെ വർക്ക് പെൻഡിങ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പറ്റുന്നവരൊക്കെ വാട്സാപ്പിൽ, അത്യാവശ്യം തിരക്കില്ലാത്തെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ആയിട്ട് വിടുക, അല്ലാത്തവർ വിളിക്കുക. അപ്പോൾ ഇത് നമ്മുടെ ലൊക്കേഷൻ ഏകദേശം മനസ്സിലായി കാണുമല്ലോ. കാഞ്ഞിരപ്പള്ളി സോണി ഇലക്ട്രോണിക്സ്. കാഞ്ഞിരപ്പള്ളിയിൽ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നമ്മുടെ ലൊക്കേഷൻ കിട്ടും. യാതൊരു ബുദ്ധിമുട്ടുമില്ല. 35 വർഷമായ കടയാണ്. അതുകൊണ്ട് ഗൂഗിളിലൊക്കെ അടിപൊളിയായിട്ട് കിടപ്പുണ്ട്. അഴിച്ചോ? മുഴുവൻ അഴിച്ച് കവർ പൊക്കിക്കും. ഒരു സ്ക്രൂ. ഇത് സെൻസറിൻ്റെ കാലിലെല്ലാം ചില തുരുമ്പായിട്ടുണ്ട്. LED ചില തുരുമ്പ് വന്നു. ഈർപ്പുള്ള സ്ഥലത്തിരിക്കുന്നതാണ്. ഓക്കെ. ഇത് കണ്ടോ? ഇത് മൊത്തം തുരുമ്പായി. ഈ സോക്കറ്റ് കണ്ടോ, കാല്. ഇതാണ് അതിൻ്റെ കംപ്ലൈൻറ്റ്. ഒരു ചെറിയ അത് അഴിച്ചെടുത്തിട്ട് ചുരണ്ടി കയറ്റിടണം. അല്ല ഇത് കൂട്ടൊരു സോക്കറ്റ് കിട്ടണം. അവിടെ
ഞാൻ അഴിച്ചെടുക്കാം. ഇതിലേതെങ്കിലും ഒരു കാര്യം ദ്രവിച്ചു പോയിട്ട് വേണം. അതാണ് പ്രശ്നം. ഈർപ്പുള്ള സ്ഥലമാണ്. ഒരു കത്തി തരാമോ? കത്തിക്ക് കാലുണ്ടോ? മറ്റേ കത്തി ഇരിപ്പില്ലേ? പിടിച്ച് ഇത് കൊടുക്കണം. അതല്ല, തുരുമ്പ് എവിടെയല്ല. ഇത് കണ്ടോ? ഇവിടെ കണ്ടോ? ഇത് കണ്ടോ? തൊട്ടേ അതല്ലേ? ഉണ്ടോ? തുരുമ്പെടുത്ത് കാര്യങ്ങളിരിക്കുന്നുണ്ടോ? അപ്പോൾ ഇത് കൂട്ട് സ്ട്രിപ്പ് കിട്ടുകയാണ്. ഓക്കെ, ഇവിടുത്തെ കാല് പോയി, മുഴുവൻ ദ്രവിച്ചിരിക്കുന്നു. അവിടെ കാലില്ല. അത് തന്നെ, അതാ ഇത് വർക്ക് ചെയ്യാത്തത്. അപ്പം നമ്മുടെ അതിനകത്ത് കുറേ റിമോട്ട് സെൻസറിൻ്റെ പെട്ടികൾ അവിടെ ഉണ്ട്. അതിനകത്ത് കൂട്ടി സോക്കറ്റ് കിട്ടുമോ നോക്കാം. ഇത് വേണ്ട, കണ്ടക്ഷൻ ചെയ്യേണ്ട സാധനം അത് നമുക്ക് പോലെ. മൊത്തം തുരുമ്പെടുത്തതാണ്. ഇതുപോലൊരു സോക്കറ്റ് നമ്മൾ മാറിയിട്ട് നോക്കുകയാണ്. ഇത് കഴിഞ്ഞുള്ള വീഡിയോസ് എടുത്തതൊന്നും കാണാമല്ലോ അല്ലേ? അപ്പോൾ സോക്കറ്റ് നമ്മൾ കാലം പുതിയത് വേറൊരു ബോർഡിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടു. അപ്പോൾ സെറ്റ് വർക്ക് ചെയ്ത് തുടങ്ങി. ഫോൺ ഒന്ന് എടുത്തേക്കാം. അതെ, കറണ്ട് ഇല്ലാത്തടത്ത്, കറണ്ട് പോയാലും ഒക്കെ രാത്രിയിലൊക്കെ കറണ്ട് പോയാൽ പലപ്പോഴും നമുക്ക് കിടന്നുറങ്ങാൻ ബുദ്ധിമുട്ട് വരുമല്ലോ. അപ്പോൾ അതുകൊണ്ടുള്ള ഒരു ഫാനാണ്, ചെറിയ ടേബിൾ ഫാൻ. അത് വാട്സിൻ്റെ ആണ്. നല്ല സാധനമാണ്. വാട്സ് നല്ല കമ്പനി, അറിയാമല്ലോ. 1 ഇയർ വാറണ്ടി ഉള്ള ഒത്തിരി വർഷങ്ങളായിട്ടുള്ള നല്ല കമ്പനിയാണ് വാട്സ്. ഇതെൻ്റെ സ്വിച്ച്. സാർ ഇവിടെ നിന്ന് ഭയങ്കരമായിട്ടും വേർക്കുന്നു, AC ഇല്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് ഞാൻ ഒരു ചെറിയ ഫാൻ കൂടി കൊണ്ടുവന്ന് കൊടുത്തതാണ്. ഇത് നമുക്കിവിടെ വിൽക്കാനുള്ള എന്താ പല സ്പീഡ്. രണ്ടാമത്തെ സ്പീഡ് ആർക്ക് വേണേലും തരാം കേട്ടോ, വിൽക്കാനുള്ള ഫാനാ. ഇത് ആർക്ക് വേണേലും കൊറിയർ അയച്ചു തരാം. 5 വാട്ട്സ് റേറ്റഡ്, 2650 RPM, 150 mm, 2400 mAh ലിഥിയം അയൺ ബാറ്ററിയാണ്. ഇതിനകത്ത് ലിഥിയം അയൺ ബാറ്ററിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ലിഥിയം അയൺ ബാറ്ററി ആയതുകൊണ്ട് നമ്മുടെ മൊബൈലിൻ്റെ ചാർജർ വെച്ച് നമുക്ക് ചാർജ് ചെയ്താൽ മതി. പിന്നെ ഇത് കൂടാതെ ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട്. ചാർജിൻ്റെ ഇതിൻ്റെ ലോ, മിഡ്, ഹൈ, സ്പീഡ് കൂട്ടാനും ഇതായാലും കൂടിയ സ്പീഡ്. അത് ഒരു നോർമൽ. ഇത് ലൈറ്റ്. രാത്രി കറണ്ട് പോയാലും ലൈറ്റുമായി ലൈറ്റ് ഉണ്ട്. ലൈറ്റ് ഒന്ന് ഡിമ്മ്, ഒന്നുകൂടെ ഡിമ്മ്, 3 പോയിന്റ് ഉണ്ട്. 3, 1, 2, 3 പോയിന്റ്. ഇതും ചെറിയ വിലയുള്ളൂ കേട്ടോ, ചെറിയ നിസ്സാരമായ വിലയുള്ളൂ. 3.5 മണിക്കൂർ ഇത് വർക്ക് ചെയ്യും എന്നുള്ളത്. 3.5 മണിക്കൂർ വർക്ക് ചെയ്യും. BLDC ബ്രഷ്ലെസ് ഡയറക്റ്റ് ഡ്രൈവ് മോട്ടറാണ്. അതാ BLDC എന്ന് പറയും. അല്ല മറ്റേ ഫാൻ്റെ ബ്രഷ് വെച്ചുള്ള സിസ്റ്റം അല്ല, BLDC ആണ്. 3 മോഡ് ലൈറ്റ് ഇൻ ദ LED. 3 മോഡ് ലൈറ്റ് ഉണ്ട്. ഇത് കണ്ടോ, 1, 2, 3. പിന്നെ അതുകൂടാതെ ഹൈ സ്പീഡ് 2650 RPM, ഒരു സെക്കൻഡിൽ 2650 സ്പീഡിൽ കറങ്ങും. 3.5 hours ബാറ്ററി ബാക്കപ്പ് ഉണ്ട്. ഈസി ക്യാരി മൾട്ടിപർപ്പസ്, 3 സ്പീഡ് നാച്ചുറൽ ബ്രീസ് മോഡ്, 5 വാട്ട്, യുണീക്ക് ആൻഡ് സ്ട്രോങ് ABS ബോഡി, 2400 mAh ലിഥിയം അയൺ ബാറ്ററി, ടൈപ്പ് C ചാർജർ. അത് നോട്ടബിൾ ആണ്. ടൈപ്പ് C ഏറ്റവും പുതിയ ടെക്നോളജിയിലുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആണ്. ഇപ്പോൾ വന്നോളൂ ഈ സാധനം. ടൈപ്പ് C ചാർജറാണ്. അതുകൊണ്ട്
ലോകത്തിന് ടൈപ്പ് സി ചാർജർ മാത്രമേ ഉള്ളൂ. ഈ സാധനം എടുത്തുകൊണ്ട് എവിടെ പോയാലും ചാർജ് ചെയ്യാം. അതാണ് അതിൻ്റെ ഗുണം. ഐഫോൺ വരെ ടൈപ്പ് സി ആക്കി. ഇപ്പോൾ ടൈപ്പ് സി ചാർജർ. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അയച്ചു തരാം. ഇതിൻ്റെ MRP 2000 രൂപയാണ്. 2000 രൂപയാണ് ഇതിൻ്റെ MRP. അതിലും നമുക്ക് കുറച്ച് താത്തു തരാം. കുറച്ചല്ല, നല്ലപോലെ താത്തു തരാം. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബർക്കെല്ലാം നമ്മൾ ന്യായമായ വിലയ്ക്ക് കൊടുക്കാം. ചെറിയ വിലയ്ക്ക് ഫാൻ തരാം. അടിപൊളിയാണല്ലോ. കണ്ടല്ലോ, 4.5 മണിക്കൂർ വർക്ക് ചെയ്യുമല്ലോ ഒരു ദിവസം. ഇതൊക്കെ ചാർജ് ചെയ്ത് ഉപയോഗിച്ചാൽ മതി. അത് കൊള്ളാം. ഇതാർക്കെങ്കിലും വേണമെങ്കിൽ നമ്മുടെ വാട്സാപ്പിൽ ഇടുക. നമ്മുടെ വാട്സാപ്പ് നമ്പർ 9447208809. ശബ്ദമില്ലെന്നുള്ള ഞാൻ കണ്ടതിൻ്റെ ഒരു ഗുണം. വളരെ എന്നാ സൈലൻ്റ്. അത് BLDC ഫാൻ ആയതുകൊണ്ട്, ബ്രഷ്ലെസ് ഫാൻ ആയതുകൊണ്ടാണ് ഇത്രയും ശബ്ദമില്ലായ്മ. കുറച്ച് പൈസ വന്നിട്ടുള്ളൂ. വേണ്ടവർ പെട്ടെന്ന് വിളിച്ചോളൂ. നല്ല റേറ്റിൽ തരാം കേട്ടോ. ഓക്കെ. അപ്പോൾ തൽക്കാലം ഇത് നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം. ഇതിൻ്റെ അടിയിലൊരു പെർമനൻറ്റ് സ്വിച്ച് ഉണ്ട്. അതങ്ങ് ഓഫ് ചെയ്താൽ കൊച്ചു കുട്ടികളൊന്നും ഇത് ഞെക്കി കളിക്കുകയില്ല. വീട്ടിലൊക്കെ പിള്ളേരൊക്കെ ഉണ്ട്, ഇത് കണ്ടിട്ട് അവരെപ്പോഴും വന്ന് ഇത് ഞെക്കും കളിയായിരിക്കും. അങ്ങനെയുള്ള കളികൾ കുറഞ്ഞിരിക്കാൻ അടിയിലൊരു രഹസ്യ സ്വിച്ച് കമ്പനി വെച്ചിട്ടുണ്ട്. ഇതാണ് പ്രോഡക്റ്റ്. വാട്സ് ഫാൻ. നീല ഉടുപ്പ്, നീല ഫാന്, എല്ലാം നീല. കൂടെ ഒരു പവർ സപ്ലൈ കൂടെ പിടിച്ചേക്കാം. ഇന്നത്തെ അച്ചീവ്മെന്റ് പവർ സപ്ലൈ. ടിങ് ടാങ് പവർ സപ്ലൈ അതിങ്ങനെ പിടിച്ചേക്കാം. എന്നിട്ട് ഈ സൈഡ് ഇച്ചിരി ഇട്ടോളൂ. അപ്പോൾ നമുക്ക് വീഡിയോ ലൈൻ ടൈറ്റിൽ ചെയ്യാം. അപ്പോൾ നമ്മൾ ടക്കായുടെ ആ ഒരു സോക്കറ്റ് കാണിച്ചായിരുന്നല്ലോ, ആ സോക്കറ്റ് നമ്മൾ വേറെ എടുത്തിട്ടു. അത് വീഡിയോ എടുത്ത് സത്യം പറഞ്ഞാൽ അറിയാതെ ഡിലീറ്റ് ചെയ്തു പോയി. അല്ല, ആ സോക്കറ്റ് കാണിച്ചല്ല, ആ തുരുമ്പെടുത്ത സോക്കറ്റ് തന്നെ മാറിയിട്ടുള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ആ കഷ്ടപ്പാടും ദുരിതമാണ്. ഞാൻ വേറൊരു സെറ്റിൻ്റെ മറ്റേ ഈ സോക്കറ്റ് ഉണ്ടായിരുന്നു, ആ സോക്കറ്റ് എടുത്ത് ഇടുകയാണ് ചെയ്തത്. അത് കാണിച്ചതാണ്, വീഡിയോ ഒക്കെ എടുത്താണ്, മറന്നു. അത് ഡിലീറ്റ് ആയിപ്പോയി അറിയാതെ, ഈ ഇടയില്ല വന്നപ്പോൾ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഓണാക്കുകയാണ്. ഇപ്പോൾ നമ്മൾ റിമോട്ടിൽ ഇത് ഞെക്കി ഇത് ഓണായിക്കോളും. ഇപ്പോൾ ഓണായിട്ടുണ്ട്, സെറ്റ് ഓണായി. പിന്നെ ഓണായി വരട്ടെ. ഇത് ആൻഡ്രോയിഡാണ്. കറക്റ്റ് റിമോട്ട് ഉപയോഗിച്ചെങ്കിൽ ഇത് വർക്കാകത്തുള്ളൂ. അപ്പോൾ കറക്റ്റ് റിമോട്ട് വേണം. ഇതിപ്പം അവരിങ്ങനെ കറക്റ്റ് റിമോട്ട് കിട്ടിയെങ്കിൽ അവർക്ക് വൈകുന്നേരം വർക്ക് ചെയ്യുന്ന രാവിലെ വർക്ക് ചെയ്യാതെയൊക്കെ വന്നപ്പോൾ എൻ്റെ ഒരു ഇതിൽ ഞാൻ ചിന്തിച്ചതാണ്. അപ്പോൾ എന്തെങ്കിലും ഡ്രൈയോ സോൾഡറിങ്ങിൽ അല്ലെങ്കിൽ സെൻസറിൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ടൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ വൈകുന്നേരം വർക്ക് ചെയ്യുന്ന TV എങ്ങനെയാണ് രാവിലെ വർക്ക് ചെയ്യാതെ വരുന്നത്. അപ്പോൾ അതിൽ നിന്നുള്ള എൻ്റെ ഒരു ചിന്തയിൽ നിന്ന് എനിക്ക് നേരത്തെ ഇതുപോലെ ഒരു കംപ്ലൈൻറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മയിൽ നിന്നാണ് ഞാനിത് അയച്ചു നോക്കിയപ്പോൾ കറക്റ്റാണ്. അതിൻ്റെ കണക്ഷൻസ് മുഴുവൻ, പിന്നെ എങ്ങനെ ഇത് ഓണായത് തന്നെ തുരുമ്പാണ്. മൊത്തം കണക്ഷൻസ് മുഴുവൻ തുരുമ്പായിട്ട് നിൽക്കുന്നു. അപ്പം ഓരോ ടൈപ്പ് വരുമ്പോഴും ഓരോ ഇതാണ് ഇതിൻ്റെ ബോർഡിൽ ഓരോ ടൈപ്പ് റിമോട്ടാണ്. അതിൻ്റെ ഒരു ചെറിയ പ്രശ്നം ഇപ്പോൾ ഉണ്ട്. റിമോട്ട് കണ്ടുപിടിക്കാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് പഴയ റിമോട്ടുകൾ കഴിവതും കളയുന്നതിന് മുമ്പ് അതിൻ്റെ ഫോട്ടോ എടുത്ത് വെക്കുകയോ ഒക്കെ ചെയ്യണം എല്ലാവരും കേട്ടോ. ഇതാണ്ട് ഇപ്പോൾ സെറ്റ് വർക്കായിട്ടുണ്ട്. നമ്മളിത് ഓളിയം വർക്കിംഗ് ആയിട്ടുണ്ട്. ഇതുണ്ടല്ലോ, ഇതാണ് ഓളിയം കൂട്ടാം, കുറയ്ക്കാം, ബാക്കിയെല്ലാം എടുക്കാം. ഇതിപ്പോൾ ഇത് ആൻഡ്രോയിഡിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ റിമോട്ട്. അപ്പോൾ സെറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമ്മുടെ കട കാഞ്ഞിരപ്പള്ളിയിലാണ്. കോട്ടയം ജില്ലയിലുള്ള കാഞ്ഞിരപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ്. സോണി ഇലക്ട്രോണിക്സ് ആണ് പേര്. നമ്മുടെ നമ്പർ 9447208809 എന്നാണ്. പലയിടത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എപ്പോഴും ഇങ്ങനെ സ്ക്രീനിൽ ഇടുന്നത് എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ഇടാത്തതേ ഉള്ളൂ. അപ്പം വേണ്ടവർ വീഡിയോ ഫുള്ള് കാണുന്നവർ കണ്ടാൽ മതി, നമ്പരൊക്കെ അറിഞ്ഞാൽ മതി. അല്ലാതെ തന്നെ ഇപ്പോൾ അറിഞ്ഞിട്ട് ഭയങ്കര ഫോൺ വിളിയും ശല്യങ്ങളാണ്. ഫോൺ കഴിവതും പകൽ സമയങ്ങളിൽ എടുക്കാതെ വരുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ബുദ്ധിമുട്ടും വിചാരിക്കരുത്. നമ്മളതുപോലെ വർക്കിലായതുകൊണ്ടാണ്. ഇന്ന് തന്നെ ഇപ്പോൾ നിങ്ങൾ അതിൻ്റെ വീഡിയോ കാണുമ്പോൾ എത്രയോ കോൾ വരുന്നത്. എന്നാലും ഞങ്ങൾ ഒത്തിരി എടുക്കുന്നുണ്ട്. നമ്മളെ പറ്റുന്ന പോലെ എടുക്കുന്നുണ്ട്. നമ്മുടെ ഒരു ലിമിറ്റ് ഉണ്ടല്ലോ, ഒരു മനുഷ്യനൊരു പരിധി ഉണ്ടല്ലോ. ആ പരിധി അനുസരിച്ച് വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി. ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ നോക്കാം കേട്ടോ. അപ്പോൾ താങ്ക് യു. LED TV കാണാമോ? കാണാമല്ലോ. ഈ LED TV കേടുകൂടാതെ എന്നും നമ്മൾ വീട്ടിൽ വേണമെങ്കിൽ നമ്മൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. അതിനൊരു ടിപ്സ് പറഞ്ഞുതരാം. ഇതുവരെ എത്ര പൊടി കണ്ടാലും തുടയ്ക്കരുത്. ഊതിക്കളയാം.
ഊതി കളഞ്ഞോണ്ടാൽ മതി, അത്രയും സഹിക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഇത് നനഞ്ഞ തുണിയാവേ ഉള്ളൂ തുടയ്ക്കുന്നതെങ്കിലും അതിൻ്റെ ചെറിയ ഈർപ്പം, ചെറിയ കണികൾ ഇതിൻ്റെ അടിയിലേക്ക് ഇറങ്ങിയിട്ട് സ്ട്രിപ്പും വിട്ടുപോകും, തുരുമ്പെടുക്കും. അങ്ങനെയാണ് LED TV ഡാമേജ് വരുന്നത്, വരകൾ വരുന്നത്. കൂടുതലും വര വരുന്നത് മുഴുവൻ അങ്ങനെയാണ്. കസ്റ്റമർ അറിയുന്നില്ല. പിള്ളേരൊക്കെ കൊണ്ട് പിന്നെ പാലൊക്കെ കൊണ്ട് അവിടെ ഒഴിച്ചുവിടും. അത് താഴോട്ട് ഇറങ്ങിയിട്ട് അതിൻ്റെ സ്കോപ്പിന് കംപ്ലൈൻറ്റ് വരും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കുക. മേശപ്പുറത്ത് TV വെക്കുന്നവർ ശ്രദ്ധിക്കേണ്ടത്, ആ TVയുടെ ഫ്രണ്ടിൽ പോയിരുന്ന് TV കണ്ടുകൊണ്ടിരുന്ന് ഫുഡ് കഴിക്കരുത്. ഫുഡിൻ്റെ അംശങ്ങൾ ഇതിലേക്ക് തെറിക്കുന്നു, പിന്നെ അത് അവിടെ ഇരുന്ന് ഉണങ്ങുന്നു, അതിൻ്റെ ജലാംശങ്ങൾ താഴോട്ട് ഇറങ്ങും, അത് അകത്ത് ഈർപ്പം കെട്ടും, തുരുമ്പെടുക്കും, സെറ്റ് പോകും. പണ്ടത്തെ ടിവികളുടെ കണക്ഷൻ മുഴുവന് മണ്ടവശത്തായിരുന്നു, LCDയുടെ ഒക്കെ. ഇപ്പോൾ ഈ LED-ക്കെല്ലാം എളുപ്പത്തിന് വേണ്ടി താഴ്വശത്തോട്ടാക്കി, എൻ്റെ ബോർഡും എല്ലാം താഴോട്ടാക്കി. അല്ലെങ്കിൽ മണ്ടവശത്ത് കണക്ഷൻ കൊടുക്കുമ്പോൾ ബോർഡ് താഴെ ഇരിക്കുന്നതുകൊണ്ട് ഇങ്ങോട്ട് നീളത്തിലുള്ള വലിയ സ്ട്രിപ്പ് കൊടുക്കണം. അപ്പോൾ അങ്ങനെ കൊടുക്കാതിരിക്കാൻ, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാനാണ് അതിൻ്റെ സ്ട്രിപ്പ് താഴോട്ടാക്കി പാനൽ തലയും കുത്തിയാക്കി. അതുകൊണ്ടാണ് ഈ കംപ്ലൈൻറ്റ് വരുന്നത്. മുഴുവൻ ടിവികൾക്കും വര വരുന്നതിൻ്റെ 90% കാരണവും ഈർപ്പം ഇറങ്ങിയിട്ടാണ്. അപ്പോൾ നനഞ്ഞ തുണി കൊണ്ട് തുടയ്ക്കരുതെന്ന് ഇപ്പോൾ സോണിയും സാംസങ്ങും ഒക്കെ ഫ്രണ്ടിൽ തന്നെ എഴുതി വെക്കുന്നുണ്ട്. അങ്ങനെ തുടച്ചു കഴിഞ്ഞാൽ ആ പാനൽ തുരുമ്പെടുത്ത് പോകും. പിന്നെ വേറൊരു ടിപ്സ്, ഇത് കറണ്ട് ചാർജ് ലാഭിക്കാനായിട്ട് ഓണാക്കാതെ ഇരിക്കരുത്. ദിവസം ഒരു വാർത്തയെങ്കിലും. കറണ്ട് ചാർജ് ലാഭിക്കാൻ മാത്രമല്ല, കേടാകാതിരിക്കാൻ കുറച്ച് വർക്ക് ചെയ്യിക്കുകയാണെങ്കിൽ ഒത്തിരി നാൾ നിൽക്കുമെന്ന് ഓർത്ത് വർക്ക് ചെയ്യിക്കാതിരിക്കും. അങ്ങനെ ഇത് വർക്ക് ചെയ്യിപ്പിച്ചാൽ കൂടുതൽ ലാസ്റ്റ് ചെയ്യുന്ന സൈസ് TV ആണ്. അപ്പോൾ ഇത് ഒരു ദിവസം ഒരു വാർത്തയെങ്കിലും ന്യൂസെങ്കിലും ഒക്കെ കാണാനായിട്ട് ഓണാക്കണം, വർക്ക് ചെയ്യിപ്പിക്കണം. ഡെയിലി ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിൻ്റെ കംപ്ലൈൻറ്റ് കുറഞ്ഞിരിക്കും. എന്നോർത്ത് ആരും കാണാതിരിക്കുമ്പോൾ ചുമ്മാ ഓണാക്കിയിട്ടയച്ച് പോയാൽ അതിൻ്റെ ലൈഫും പോവും. നമുക്ക് ഉപയോഗിക്കണം, വല്ലപ്പോഴുമൊക്കെ കുറച്ച് നേരമൊക്കെ ഉപയോഗിക്കണം, ഒരു വാർത്തയും കാര്യങ്ങളൊക്കെ കാണണം. ഒത്തിരി 2-3 ആഴ്ചയൊക്കെ ഉപയോഗിക്കാതിരുന്ന് കഴിഞ്ഞാൽ പാനലിന് കംപ്ലൈൻറ്റ് വരാം. അടുത്തത്, ഇപ്പം മഴക്കാലമാണ്. മഴക്കാലം വരുമ്പം കാർമേഘം ഉരുണ്ടുകൂടി വന്ന് മഴ ചാറി തുടങ്ങുമ്പോഴേ ഇതിൻ്റെ എല്ലാ കണക്ഷനുകളും ഊരിയിടണം. ഡിഷിൻ്റെ കണക്ഷനും TVയുടെ കണക്ഷനും എല്ലാം വെടിയിപ്പിച്ച് നിലത്തിടണം. കേബിളും എല്ലാം ഇടിവെട്ടാൻ സാധ്യതയുണ്ട്. ഇടിവെട്ടെന്ന് പറഞ്ഞാൽ ഇന്നിപ്പം തന്നെ ഇവിടെ ഭയങ്കര ഇടിയായിരുന്നു. പലരും വിളിച്ചു കഴിഞ്ഞു പല സാധനങ്ങളും പോയെന്ന്. ഏറ്റവും പെട്ടെന്ന് പോകുന്ന BLDC ഫാനൊക്കെ ഒറ്റ ഇടിക്ക് അന്നേരം പോകും. എന്നാ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് എർത്ത് കൊടുത്തില്ലെങ്കിൽ BLDC പോകും. 5 വർഷം വാറണ്ടിയൊക്കെ BLDC ഫാനിനുണ്ട്. എന്നാൽ ഈ ബോർഡ് മാറിക്കൊണ്ട് നടക്കണ്ടേ എപ്പോഴും. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, ഇടി എപ്പോഴും ശ്രദ്ധിക്കുക. ആവശ്യം കഴിഞ്ഞാൽ അന്നേരം ഊരിയിടുന്ന സ്വഭാവം എടുക്കുക. ഇന്നൊരു മഴ പെയ്തത് ഒറ്റ ഒരു ഇടി, മഴ ചാടിയതേ ഉള്ളൂ, അന്നേരം ഒരു ഭയങ്കര ഇടി ഇവിടെ വെട്ടി. നമ്മുടെ ഫാൻ പോയി. കൊണ്ടൊന്നും പറ്റിയില്ല. നമ്മുടെ ഫാൻ പോയി, ഒരെണ്ണം പോയി അല്ലേ? ഒരു BLDC ഫാൻ പോയി. ഒറ്റ ഒരിടി, പിന്നെ ഇടി വെട്ടിയും ഇല്ല. അതെ, നമ്മുടെ ഫാൻ കളയാൻ വേണ്ടി മാത്രമേ. ഓർക്കാപ്പുറത്ത് ഒരിടി. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ ഈ വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. സംശയമുള്ളവരൊക്കെ വിളിക്കുക. നമുക്ക് വീണ്ടും കാണാം. നമ്മുടെ മൊബൈൽ നമ്പർ 9447208809. താങ്ക് യു.